ഞാൻ ചോദിക്കാൻ മറന്നു, ഈ താടി കളിക്കാൻ വല്ല മരുന്നും തേക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് എനിക്ക് കൂടി ഒന്ന് റെക്കമെൻഡ് ചെയ്യ്. പിന്നെ നിന്റെ വണ്ണം കുറച്ച മരുന്ന് കൂടി എൻ്റെ അടുത്തൊന്ന് റെക്കമെൻഡ് ചെയ്യ്. ഞാനൊന്ന് പറഞ്ഞാണ് എന്തോ തേക്കുന്നേന്ന് വരാ. എന്തോ തേച്ചെന്ന് എനിക്കറിയാം. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ചാനലിൻ്റെ തംബ്ലൈനും ഫ്രണ്ടിൽ വന്ന ആ വോയിസും എല്ലാം കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ ഈ ചാനലിലൂടെ എന്തുവാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്ത ഒരു ചെറിയ ബേഡ് ഓയിലിൻ്റെ മേക്കിംഗ്, അതാണ് ഞാൻ ഈ ചാനലിലൂടെ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് ഞാനങ്ങനെ അധികം അത് യൂസ് ചെയ്തിട്ടില്ല. അതാണ്ട് ഞാൻ +2 പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജസ്റ്റ് ഒരു മാസം ഒരാൾ പറഞ്ഞറിഞ്ഞ് ഇങ്ങനെ അത് ഞാനൊന്ന് ഉണ്ടാക്കി ചെയ്തു നോക്കി. അതിനുശേഷം ഉണ്ടായ മാറ്റമാണെന്നാണ് എൻ്റെ കൂടെയുള്ള കൂട്ടുകാരെല്ലാം പറയുന്നത്. അങ്ങനെ അതിനകത്ത് ചിലർ ചോദിച്ച വോയിസാണ്, വോയിസ് ക്ലിപ്പാണ് ഞാൻ ആദ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, ചെറിയ ഒരു 3-4 ഇൻഗ്രീഡിയൻസും മതി ഇതിനു വേണ്ടി. അപ്പോൾ ഇത് ആവണക്കെണ്ണയാണ്. ഇതിന് ആവണക്കെണ്ണയാണെന്നാണ് പറയുന്നത്. ഇത് നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളിലും പിന്നെ നമ്മുടെ ഈ അങ്ങാടി കടകളിലും എല്ലാം കിട്ടും. പിന്നെ ഇത് കറ്റാർ വാഴ, അലോവേര, പിന്നെ ഇത് മൈലാഞ്ചി ഇല, ഇത് കറിവേപ്പില. ഇത് കറിവേപ്പില എന്ന് പറയുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് എടുക്കാതെ വീട്ടിലുള്ളത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. കാര്യം കടയിൽ നിന്നുള്ളതിനകത്ത് ഒരുപാട് വിഷാംശങ്ങളുടെ അളവ് കൂടുതലാണെന്ന് പറയുന്നേക്കാം. അപ്പോൾ നമുക്ക് ഇത് 3 ആദ്യം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായി നമ്മുടെ കയ്യിൽ ഒരു ഇടിച്ചെടുക്കാനായിട്ടുള്ളൊരു സാധനമുണ്ട്. ഇത് 3 ഇതിലേക്ക് എല്ലാം കൂടെ വീടില്ല, കുറേശ്ശെ ഇടുക. അപ്പം നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് പേസ്റ്റ് രൂപത്തിലൊന്നും ആവണ്ട, ഈ ഒരു അളവിൽ അരച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ മേക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചത് ആദ്യം ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വളരെ കുറഞ്ഞ അളവിൽ വെളിച്ചെണ്ണ മതി. ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മൾ ആ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞു. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മളിത് ഈ അരച്ച് വെച്ച ഈ പേസ്റ്റ് രൂപത്തിലുള്ള സാധനം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ നമ്മൾ കുറച്ച് വെക്കണം. തീ നല്ല രീതിയിൽ കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മളിത് മൂപ്പിച്ചെടുക്കുന്നത് റെഡിയായി വരുമ്പോഴത്തേക്കും ചെറിയൊരു ഡാർക്ക് കളർ വരും. എന്ന് വെച്ച് ഒരുപാട് അങ്ങ് കരിയരുത്, കരിഞ്ഞു കഴിഞ്ഞാൽ സീനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് മൂപ്പിച്ചെടുക്കണം. പിന്നെ ഇത് ആയതിനു ശേഷം ഒന്ന് ആറാൻ വെക്കണം. ആറിക്കഴിഞ്ഞതിന് ശേഷം ഒരു തുണി വെച്ച് ഇത് നന്നായിട്ട് അരിച്ച് എടുത്തിട്ട് ബാക്കി പരിപാടി മറ്റേ എണ്ണയും കൂടെ ചേർത്ത് റെഡിയാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. അപ്പം നമ്മളതെല്ലാം തണുപ്പിച്ച് തുണി വെച്ച് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ആവണക്കെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ ആവണക്കെണ്ണ നല്ല കട്ടിയാണ്. നമ്മൾ സാധാ വെളിച്ചെണ്ണയുടെ ആ ഒരു കട്ടിയല്ല, അതിലും നല്ല കട്ടിയാണ്. അന്നേരം അതൊന്നും ചെറുതായിട്ട് ലൂസാകാൻ വേണ്ടിയാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ ചേർത്ത് ഇതൊന്ന് എടുക്കുന്നത്. അപ്പോഴത്തേക്കും ഇച്ചിരിയും കൂടെ ഒന്ന് ലൂസ് എന്ന് വെച്ചാൽ ഒരുപാടങ്ങ് ലൂസാവില്ല, ചെറിയൊരു ലൂസ് വരും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതേ നമ്മുടെ നാച്ചുറൽ ബേർഡ് ഓയിൽ റെഡി ആയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വലുതായിട്ടൊന്നും പറയാനില്ല. സാധനം നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഞാനിത് ട്രൈ ചെയ്ത് എനിക്കിൻ്റെ റിസൾട്ട് കിട്ടി ഒരുപാട് നാളായി. പക്ഷേ നമ്മളിപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത് ഇപ്പോഴാണല്ലോ. അന്നേരം ഇന്നലെ ഒരു കൂട്ടുകാരൻ ഈ ഒരു ഓയിൽ എൻ്റെ കൊണ്ട് തന്നു, ഈ ആവണക്കണ എൻ്റെ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, നീ ആ താടിയുടെ അതൊന്ന് സെറ്റപ്പ് ചെയ്ത് തരുമെന്ന് ചോദിച്ചു. അന്നേരം അവന് വേണ്ടിയാണ് ഇത് ഞാൻ ഉണ്ടാക്കിയത്. പക്ഷേ ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ഉപകാരം കിട്ടിയതായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ആ ഫോട്ടോയിൽ കാണുമ്പോൾ മനസ്സിലാവും എന്തും വേണ്ടി ചേഞ്ച് എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ദി സൈനിങ് ഓഫ് അമീൻ ഷമി. ബൈ.